ഇന്നലെ അഭിമാനത്തിന്റെ ഒരു നിമിഷമായിരുന്നു അല്ലെ. കഴിഞ്ഞ 50 പതിറ്റാണ്ടുകളായി മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. അല്പം വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ച ആ ഒരു ചടങ്ങ് ഓരോ മലയാളികളുടെയും മനസ്സിൽ അതൊരു പ്രൗഡ് മൂവ്മെന്റ് തന്നെയായിരുന്നു. കാരണം വല്ലാത്തൊരു സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. കഴിഞ്ഞ മമ്മൂക്ക ആ ഒരു അവാർഡ് മേടിക്കുന്ന ആ ഒരു മൂമെന്റ് അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മമ്മൂക്കയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് കൈയടിക്കുന്ന ആ രംഗങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പൊ താരസംഘടന അമ്മ എന്ന് പറയുന്ന ഈ ഒരു സംഘടന അത് പൊളിഞ്ഞ് പണ്ടാരമടങ്ങി അതിനകത്തുള്ള എല്ലാ കൂതറകളും രാജിവെച്ച് പോയി എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു. അത് വാങ്ങിച്ചതിന് ശേഷം ആദ്യമായിട്ട് മീഡിയാസിന് നൽകിയിട്ടുള്ള പറയുന്നത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് ആകാംക്ഷ നേരത്തെ അനൗൺസ് ചെയ്തതല്ലേ? എന്ത് ആകാംക്ഷ? ഞാൻ പോകുന്ന കണ്ടതല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൈ അത് പിന്നെ പ്രധാനമന്ത്രി അടുത്ത് കണ്ടപ്പോൾ നമ്മൾ കാണാൻ വരുമ്പോൾ വെച്ചാൽ കണ്ടു. ഞങ്ങൾ നേരെ ചെന്നൈ ആ പടം അത് ചോദിക്കാത്ത എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നു. നടക്കട്ടെ, ഇത് തീരുമാനം ആവശ്യമാണ്, കുഴപ്പമില്ല. ഓക്കെ, എല്ലാം കാത്തിരുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ലല്ലോ. ശരിയാവണമല്ലോ, ശരിയാവും. ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. അവാർഡ് വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ അവാർഡ് ഞാൻ സിനിമാ ലോകത്തിനും പ്രേക്ഷകർക്കും നൽകുന്നു എന്നാണ് പറഞ്ഞത്. 50 വർഷമാണ് നമുക്ക് ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും 74 വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്ക് അദ്ദേഹം പുതിയ പുതിയ കഥാപാത്രങ്ങളുമായി പുതിയ തലമുറയെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത്. കുറച്ച് വൈകിയാണെങ്കിലും മമ്മൂക്കാക്ക് ആ ഒരു അവാർഡ് ലഭിച്ചു. അപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക പ്രധാനമന്ത്രിയുമായി മമ്മൂക്കയുടെ കുടുംബവുമായി ഒത്തുനിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പേജിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മമ്മൂക്കായും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ താഴെ വരുന്ന ചില കമന്റുകൾ വായിക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ സങ്കടം തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഈ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിയോജിപ്പുകളുണ്ട്. മമ്മൂക്കയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്കറിയാം. മമ്മൂക്ക ഇപ്പൊ പ്രധാനമന്ത്രിയുമായി നിന്നതുകൊണ്ട് അദ്ദേഹം ചാണകം ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കമന്റുകൾ വരുന്നുണ്ട്. ആ കമന്റ് ഇടുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യം ഒരു ബഹുമതി നൽകി ആദരിക്കുമ്പോൾ ആ ഒരു പൊതു ചടങ്ങിൽ അദ്ദേഹം വരുന്ന സമയത്ത് മമ്മൂക്ക അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയെ കണ്ടാൽ ഇപ്പൊ എന്താണ് പ്രശ്നം? ഇപ്പം ഇതിന്റെ താഴെ വന്നിട്ട് ആളുകൾ കമന്റ് ഇടാത്തതും അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസുകാര് മോദി വിരുദ്ധനാണെന്നാണ് ചില മീഡിയയിൽ വരുന്ന വാർത്തകൾ കാണുന്നത്. സത്യത്തിൽ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇവന്മാർ വരുന്നതാണ്. എന്താണേലും നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ ഇതിഹാസ നായകൻ, നമ്മുടെയൊക്കെ വല്യേട്ടൻ, നമ്മുടെയൊക്കെ മൂത്തോൻ, അദ്ദേഹം പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചപ്പോൾ ഓരോ മലയാളികൾക്കും ഈ സിനിമയെ സ്നേഹിക്കുന്ന മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അത് അഭിമാനത്തിന്റെ ഒരു നിമിഷം തന്നെയായിരുന്നു. അതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കോലിട്ടിളക്കുന്ന ക്ഷുദ്രജീവികളെയൊക്കെ ഒന്ന് തിരിച്ചറിയാം. ഇനിയിപ്പോ മമ്മൂക്ക ചെയ്യാൻ പോകുന്നത് നിധി സഹദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മമ്മൂക്ക ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് മമ്മൂക്ക ഗ്യാങ്സ്റ്ററുടെ റോളിലാണ് എത്തുന്നത്. നമ്മുടെ മറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് ആശ്രം ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ഇനി മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന സിനിമ ധനുഷ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന ഹോം എന്ന് പറയുന്ന സിനിമയാണ്. അത് മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്ക കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന പദയാത്ര എന്ന സിനിമയാണ് മമ്മൂക്കയുടേതായിട്ട് ഇനി റിലീസ് ചെയ്യാനായിട്ടുള്ളത്. സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങളും വാർത്തകൾക്കുമായിട്ട് കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും